ഹായ് ഗൈസ്, ഞാൻ നവനി കൃഷ്ണ. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആയിരിക്കില്ല. ചിലവരൊക്കെ പലർക്കും പല ബുദ്ധിമുട്ടുകളും ലൈഫിലുണ്ടാവും. എല്ലാം റെഡിയാവും. എപ്പോഴും ഒരാൾക്ക് ചീത്ത സമയമായിരിക്കില്ല, നല്ല സമയം വരും. അപ്പോൾ ഞാനാണെങ്കിൽ UK വന്നിട്ടിപ്പോൾ 4ാമത്തെ മാസം ആവാറായി. അപ്പോൾ ഈ നാല് മാസത്തെ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നത് സെപ്റ്റംബർ 24-നാണ്. അപ്പോൾ ഈ 4 മാസം കൊണ്ട് 3 മാസം കഴിഞ്ഞു, 3.5 മാസം കൊണ്ട് എൻ്റെ ലൈഫ് ഒരുപാട് മാറി. എൻ്റെ ലൈഫ് ജോലി, പഠിത്തം, മണി മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ് എല്ലാം കൊണ്ടും ഉള്ള ഒരു ഇതായി. നാട്ടിൽ വെച്ചും ഇങ്ങനെ ആയിരുന്നു, പക്ഷെ നാട്ടിൽ വെച്ച് ഇത്ര അധികം ഉണ്ടായില്ലായിരുന്നു. എനിക്ക് പഠിത്തം ഉണ്ടായില്ലായിരുന്നു. ജോലി, ടൈം മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ പഠിത്തവും കൂടെ ആയി. അപ്പോൾ അങ്ങനെ ഒരു ലൈഫായി ഇപ്പം എൻ്റെ. നമ്മൾ അബ്രോഡ് പോയി പഠിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്നത് അക്കാഡമിക്സ് മാത്രമല്ല, നമ്മൾ കുറേ ലൈഫ് ലെസൺസ് നമ്മൾ ലേൺ ചെയ്യും. എൻ്റെ ഇപ്പോൾ ലൈഫ് എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്ക്ലി 4 days ക്ലാസ് ഉണ്ടാവും, 2 days വർക്ക് ഉണ്ടാവും, പിന്നെ ഒരു ദിവസമാണ് അത് എങ്ങനെയാലും ഉറങ്ങി അങ്ങനെയൊക്കെ തീർന്നു. അതുപോലെയാണ് ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത വെച്ചാൽ വെക്കേഷനിലൊക്കെ അവധിയാണ്. അപ്പോൾ വെക്കേഷനിൽ അവധിയാണല്ലോ, അങ്ങനെയല്ല, വെക്കേഷനിലൊക്കെ നമുക്ക് ഫുൾ ടൈം ജോലി എടുക്കാം. അപ്പോൾ ഒരു 5 ദിവസമൊക്കെ ജോലി ഉണ്ടാവും, 2 ദിവസം ഓഫായിരിക്കും, അങ്ങനെ കണ്ടിന്യൂസ് ഷിഫ്റ്റൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ തരുന്ന ജോബാണെങ്കിൽ കേട്ടോ, എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ടൈമിൽ നമ്മൾ നല്ലോണം പണിയെടുത്ത് നമ്മൾ മരിക്കും. അപ്പോൾ അത് നമുക്ക് ആ സങ്കടം, നമ്മുടെ അക്കൗണ്ടിൽ പൈസ വീഴുന്നവരെ നമുക്ക് ആ സങ്കടം ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ആ സങ്കടമൊക്കെ മാറും. കാരണം നമ്മൾ ഇവിടെ എടുക്കുന്ന പട്ടിപ്പണി എല്ലാം വെർത്താണ്. അപ്പോൾ നമുക്കതിനുള്ള ശമ്പളം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫീസ് അടയ്ക്കുക എന്നൊരു ബാധ്യത ഇല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഹാപ്പിയാണ്. എന്തുകൊണ്ടും എൻ്റെ ലൈഫ് ഇവിടെ ഹാപ്പിയാണ്. ഞാൻ സുഖമായിട്ട് അവിടെ ജീവിക്കാൻ ഞാൻ പറയും. കാരണം ഫീസ് അടയ്ക്കുക എന്നൊരു ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ അത് കാരണമാണ് എൻ്റെ ഹാപ്പിനെസ് കുറച്ച് കുറയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. UK അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്, ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തത്, അപ്പോൾ ആ സെയിം പാർക്കിലാണ് കാണിച്ചത് ഗൈസ്. നോക്കൂ, കുറേ താറാവ് കൂട്ടങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അബ്രോഡ് നമ്മൾ പഠിക്കാൻ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു റിഗ്രറ്റും തോന്നില്ല. കാരണം എനിക്ക് തോന്നിയില്ല. ഞാൻ UK ചൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഒരു കാരണം കൊണ്ടുള്ളൂ, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതുപോട്ടെ, ഞാൻ ആദ്യം ജർമ്മനി ആയിരുന്നു ചൂസ് ചെയ്തത്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജൊക്കെ പഠിക്കാൻ പോയി. അപ്പോൾ നടക്കില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ UK വന്നത്. അപ്പോൾ UK ചൂസ് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ റിഗ്രറ്റൊന്നുമില്ല, ഹാപ്പിയാണ് ഞാൻ. പിന്നെ ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. ഇപ്പം ആണെങ്കിൽ ഇവിടെ 6 degree ആണ്. അപ്പോൾ 6 എനിക്കിപ്പോൾ കുറച്ച് സമാധാനമായിട്ട് തോന്നുന്നത്. കാരണം ഇവിടെ മൈനസൊക്കെയാണ് സാധാരണ വരുന്നത്. മൈനസൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പാടായിരിക്കും. അപ്പോൾ ആ -6 degree എനിക്ക് കുറച്ച് സമാധാനമാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ആകുമ്പോഴത്തേ അഡാപ്റ്റ് ആവും. അപ്പോൾ നമുക്ക് വലിയ സീനൊന്നുമില്ല. തുടക്കത്തെ ആ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് UK വന്നുകൊണ്ട് പ്രത്യേകിച്ച് ബാഡ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ചൂസ് ചെയ്ത് എനിക്ക് എന്തുകൊണ്ട് ബെർത്തായിട്ട് തോന്നുന്നത്. എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ വന്നതിൽ. ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് നല്ല നേരം ആയിരിക്കുമല്ലോ. നമുക്ക് ചീത്ത നേരം ഉണ്ടാവും. നല്ല നേരത്തിന് വെച്ചാൽ നല്ല ചീത്ത നേരം ഉണ്ടാവും, ചീത്ത നേരത്തിന് നല്ല നേരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഉറച്ച് നിൽക്കുക. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ഹാർഡ് വർക്കിന് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളതിനു വേണ്ടി അധ്വാനിക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. ഈ എക്സ്പീരിയൻസിലൊക്കെ വീഡിയോ കണ്ട് നോക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെന്തെങ്കിലും ഡിസൈഡ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഉള്ള ഹാർഡ് വർക്കൊക്കെ ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ പെട്ടെന്ന് അതിലൊന്നും ഡൗൺ ആവരുത്. നിങ്ങൾ എന്ത് ഡിസൈഡ് ചെയ്തോ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ UK വരൂ. നിങ്ങൾ പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ വരൂ. നിങ്ങൾക്ക് നടക്കും. നിങ്ങൾ ഉദ്ദേശിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ നടക്കും. ഓക്കെ, അപ്പോൾ
ഇത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇനി വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയൂ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ എനിക്ക് സമയമുണ്ടായി, കാരണം നോർമലി എനിക്ക് സമയമില്ല ഇങ്ങനെ. ഇന്നിപ്പോൾ 3 ദിവസമായിട്ട് എനിക്ക് എക്സാം വീക്കായ കാരണം, അവധിയായ കാരണമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തന്നെ എടുത്തത്. ഇല്ലെങ്കിൽ ഇതിനുള്ള സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ അതിനുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്.